കേരള തീരത്തിനടുത്ത് ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ട് 17 ദിവസത്തിന് ശേഷം ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് ഇന്ന് കേസെടുത്തിരിക്കുകയാണ്. MSC എൽസ 3-ക്കെതിരെ കേസെടുക്കേണ്ടെന്നായിരുന്നു സർക്കാരിന്റെ ആദ്യ നിലപാട്. കേന്ദ്രത്തിനും വിഷയത്തിൽ സമാന നിലപാടായിരുന്നു. ഒപ്പം അദാനിക്ക് ബിസിനസ് ബന്ധമുള്ള ഷിപ്പിംഗ് കമ്പനിയാണ് MSC എന്നുള്ള വിവരം കൂടി വന്ന സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഒരു പരാതി വരുന്നു, അതിന്റെ പിന്നാലെയാണിപ്പോൾ കേസെടുത്തിരിക്കുന്നത്. CPM അനുഭാവിയായ ആളാണ് പരാതിപ്പെട്ടത് എന്നതും ശ്രദ്ധേയമാണ്. അദാനിയെ വഴിവിട്ട് സഹായിക്കാനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തിയ കള്ളക്കളിയാണ് ഇതെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഒരുപാട് മലക്കം പറച്ചിലുകൾക്ക് ശേഷമാണ് ഈ കേസെടുക്കാൻ തീരുമാനിച്ച സർക്കാർ നിലപാട്. ഗത്യന്തരമില്ലാതെയോ ഏത് താല്പര്യത്തിന്റെ പുറത്താണ് ഈ 17 ദിവസം സംസ്ഥാന സർക്കാർ നിസ്സംഗത പാലിച്ചത് എന്നുള്ളതുൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട്, ചർച്ചയാകപ്പെടേണ്ടതുണ്ട്. എന്തായാലും അദാനിക്ക് ബിസിനസ് ബന്ധങ്ങളുള്ള ഷിപ്പിംഗ് കമ്പനിക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാതിരുന്നത് ഏത് ബാന്ധവത്തിന്റെ പേരിലാണ് എന്നതും പൊതുജനത്തിന് അറിയേണ്ടതുണ്ട്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെയും തീരദേശവാസികളുടെയും വേദന ആര് കാണും? അവർക്ക് ഏതെങ്കിലും രീതിയിൽ നീതി നിഷേധിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യം. ഈ പരാതികൾ ഉണ്ടോ എന്ന് ഇന്നലെ ദുരന്ത നിവാരണ വകുപ്പ് DGPക്ക് നൽകിയ കത്തിൽ ചോദിച്ചിരുന്നു. ആ കത്ത് പുറത്തുവരികയും ചെയ്തിരുന്നു. അത് സർക്കാരിന് വലിയ തിരിച്ചടിയായിരിക്കുന്ന സാഹചര്യമുണ്ട്. ക്രിമിനൽ കേസ് എടുത്തു എന്നുണ്ടെങ്കിലും നഷ്ടപരിഹാരം ലഭിക്കാൻ സിവിൽ കേസാണ് നല്ലത് എന്ന നിലപാടിൽ സർക്കാർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ജാമ്യം ലഭിക്കാവുന്ന ആ നിസ്സാരമായ വകുപ്പുകൾ ചുമത്തിയെടുത്ത കേസിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. ആദ്യം FIR-ൽ എന്തെല്ലാം എന്നാണ് പരിശോധിക്കുന്നത്. FIR-ൽ പ്രധാനമായും പറയുന്നത് ഈ MSC എൽസ 3 കണ്ടെയ്നർ കപ്പൽ അപകടത്തിൽ ഫോർട്ട് കൊച്ചി പോലീസ് കേസെടുക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. പരാതിയുണ്ടോ എന്ന് ഇന്നലെ ചോദിച്ചതിന് ശേഷം ഒരു പരാതി വരുന്നു. ആ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. കണ്ടെയ്നർ കപ്പൽ ഉടമ അതിൽ ഒന്നാം പ്രതിയാണ്. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതായത് കപ്പൽ ഉടമയെ ഒന്നാം പ്രതിയാക്കുന്നു, അത് MSC ആണ്. രണ്ടാമത് ഷിപ്പ് മാസ്റ്റർ രണ്ടാം പ്രതിയാകുന്നു, ഷിപ്പിംഗ് ക്രൂ മൂന്നാം പ്രതിയാകുന്നു. അതായത് 3 പ്രതികളാണ്. കപ്പൽ കമ്പനി MSC ഒന്നാം പ്രതി, രണ്ടാമത്തെ പ്രതിയാവുന്നത് ഷിപ്പ് മാസ്റ്ററാണ്, മൂന്നാമത്തെ പ്രതി ആ ഷിപ്പിലുണ്ടായിരുന്ന മറ്റ് ജീവനക്കാരാണ്. അപ്പം ഈ മനുഷ്യജീവിന് ഇത്രയധികം അപകടം ഉണ്ടാക്കുന്ന വിധം ഈ ചരക്ക് കപ്പൽ കൈകാര്യം ചെയ്തു എന്ന നിലയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. മറ്റൊന്ന്, കപ്പൽ കമ്പനി MSC ഏതൊക്കെ വകുപ്പുകളിലാണ് കപ്പൽ കമ്പനിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നതാണ്. അതായത് ഈ ഭാരതീയ ന്യായ സംഹിതയിലെ 282, 285, 286, 87, 288, 3, 5 എന്നീ വകുപ്പുകൾ, ഈ വകുപ്പുകൾ പ്രകാരമാണ്. ഇതാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ജാമ്യം ലഭിക്കാവുന്ന കേസാണ്. എങ്ങനെയായിരിക്കും ഈ കേസുമായി മുന്നോട്ട് പോവുക, എന്തൊക്കെയായിരിക്കും നടപടികൾ എന്നുള്ള കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും ഈ മനുഷ്യജീവന് അപകടമുണ്ടാക്കി ചരക്കുകൾ കൈകാര്യം ചെയ്തു, ഇതാണ് പരാതിക്കാരൻ കൊടുത്തിരിക്കുന്ന പരാതി. അതാണ് FIR-ലുള്ളത്. ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് 14.6 നോട്ടിക്കൽ മൈൽ ദൂരത്താണ് മെയ് 25-ന് ഈ കപ്പൽ മുങ്ങിയത്. MSC എൽസ 3 എന്ന ചരക്ക് കപ്പലിന് അവിടെ നിന്ന്, അതായത് കണ്ടെയ്നറുകളിൽ എളുപ്പടുത്ത് തീപിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ചരക്കുകളും സ്ഫോടക വസ്തുക്കളും ഉണ്ട്. പ്രതികൾ മനുഷ്യജീവനും സ്വത്തിനും അപകടമുണ്ടാക്കും വിധം അപകടകരമായും ഉദാസീനമായും ഒക്കെ കപ്പൽ കൈകാര്യം ചെയ്തു എന്നൊക്കെയാണ് ഈ FIR-ൽ പറയുന്നത്. അത് കടലിനും തീരത്തിനും എത്രത്തോളം ഭീഷണിയുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ അപകടമുണ്ടായ ആ ദിവസം മുതൽ തന്നെ ചർച്ച ചെയ്യുകയാണ്. തീരദേശത്തെ ഇതെങ്ങനെ ബാധിക്കും, മത്സ്യസമ്പത്തിനെ ഇതെങ്ങനെ ബാധിക്കും, കടലിനെ ഇത് ഏത് രീതിയിലൊക്കെ ബാധിക്കും എന്നൊക്കെയുള്ളത്. അതായത് ആളുകളുടെ ഉപജീവന മാർഗം കൂടി വലിയ ദുരിതം, ട്രോളിംഗ് നിരോധനത്തിന്റെ സമയമൊക്കെ വരാനിരിക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതാണ്. അപ്പം അത്രയധികം ബുദ്ധിമുട്ടിലിരിക്കുന്ന ഒരു സമയമാണ്. ഈ അപകടത്തെ തുടർന്ന് കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ വിനാശകാരികളായ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും മറ്റുമൊക്കെ പുറന്തള്ളപ്പെട്ടത്. അത് പരിസ്ഥിതിക്ക് പ്രശ്നങ്ങൾക്കിടയാക്കി. പരമ്പരാഗത മത്സ്യമേഖലയെ അത് പ്രതികൂലമായി ബാധിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അതെല്ലാം ഈ FIR-ൽ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം മത്സ്യത്തൊഴിലാളി കൂടിയായ ആളാണ് പരാതി നൽകിയത് എന്നുള്ളതാണ്. മത്സ്യത്തൊഴിലാളികളുടെ ഒരു ദുരന്തം, അതാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ. അതായത് ഈ ചരക്ക് കപ്പലിൽ നിന്ന് കടലിലേക്ക് വീണ കണ്ടെയ്നറുകളിൽ തട്ടി ഇവരുടെ വല കീറുന്നുണ്ടായിരുന്നു, ബോട്ട് മറിയുന്നുണ്ടായിരുന്നു എന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട്. നിരവധി തൊഴിലാളികൾക്ക് വലയും ചൂണ്ടയും ഒക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പൊ സാമ്പത്തികമായി വളരെ മോശം അവസ്ഥയിൽ, ഇല്ലെങ്കിൽ അവരുടെ ഏറ്റവും മോശമായിട്ടുള്ള കാലാവസ്ഥ കൂടി ഉണ്ടായിരുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലൊരു അപകടമുണ്ടാവുന്നതും. തീരദേശ വറുതിയുടെ സമയത്താണ് തീരദേശയ്ക്ക് ഇത് മറ്റൊരു പ്രഹരമായി വന്നു വീഴുന്നതും.
മറ്റൊന്ന് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പരിസ്ഥിതിക്ക് വിനാശമുണ്ടാക്കി എന്നുള്ളതാണ് എഫ്ഐആറിൽ പറയുന്ന മറ്റൊരു കാര്യം. അതായത് 3 ജില്ലകളുടെ തീരം അത് അപ്പാടെ പ്ലാസ്റ്റിക് മാലിന്യം അടിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അത് കുറെയൊക്കെ നീക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ആ ദുരിതം പേറുന്നുണ്ട് എന്നുള്ളതാണ്. അത് മത്സ്യസമ്പത്തിന് ഉണ്ടാക്കുന്ന നാശം അത് പ്രവചനാതീതമാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. മറ്റൊന്ന് പരമ്പരാഗത മത്സ്യബന്ധന മേഖലയെ ബാധിച്ചത് എങ്ങനെയാണ് എന്നുള്ളതാണ്. തീരത്തും കടലിലുമായി കിടക്കുന്ന ഈ കണ്ടെയ്നറുകൾ അത് പൂർണ്ണമായി നീക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതിനപ്പുറത്തേക്ക് ഇപ്പോഴും കടലിൽ കിടക്കുന്നുണ്ട് ഇത് എന്നതാണ്. അതായത് എപ്പോൾ വേണമെങ്കിലും ഇത് പ്രതീക്ഷിക്കാം, കരയിലേക്ക് അടുക്കാം, ഏത് ഭാഗത്തായിരിക്കും അടുക്കുക എന്നതൊന്നും രണ്ടാമത്തെ ഷിപ്പും അപകടത്തിൽപ്പെട്ട സാഹചര്യത്തിലുള്ള ഒരു ആശങ്ക വീണ്ടും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ ഈ എൽസയുടെ കാര്യത്തിൽ പോലുമുള്ള ആശങ്ക നീങ്ങാത്ത സാഹചര്യത്തിലാണ് രണ്ടാമത്തെ അപകടം ഉണ്ടായിരിക്കുന്നത്. അപ്പം ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഭീഷണിയാവുന്നത് ഈ വീശിയെറിയുന്ന വല ഈ കണ്ടെയ്നറിന്റെ അവശിഷ്ടങ്ങളിൽ തട്ടി കീറുന്നുണ്ട്. മാത്രമല്ല ഈ ചെറിയ ബോട്ടിലൊക്കെ പോകുന്നത് ഈ കണ്ടെയ്നറിന്റെ അവശിഷ്ടമൊക്കെ തട്ടുന്നത് കാരണം ബോട്ട് മറിയുന്നത്, അതിന്റെ ഫാൻ, അതിന്റെ എൻജിൻ, ഇതൊക്കെയുള്ള കാര്യങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാവുന്നത് ഇതിനൊക്കെ കാരണമാവുന്നുണ്ട്. അപ്പം നമുക്കറിയാം കൊല്ലം പരപ്പ് പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ മീൻപിടുത്തത്തിനായി എത്തുന്ന സ്ഥലമാണ്. അപ്പോൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വലിയ തിരിച്ചടിയാണ്. നമുക്ക് നേരത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി നേതാവ് ശ്രീ ചാൾസ് വായക്ക സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അനുസരിച്ചാണെങ്കിൽ അതായത് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യും എന്നുള്ള ആശങ്കയിലേക്ക് തള്ളിവിടുന്ന ഒരു സംഭവമായിപ്പോൾ യാതൊരു തരത്തിലുമുള്ള ഒരു പ്രതീക്ഷയോ ഇല്ലെങ്കിൽ ഇതെങ്ങനെ ഇവർ നീക്കം ചെയ്യും, ഏത് തരത്തിൽ ഇവരെ ഇതിൽ നിന്ന് രക്ഷിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വല്ലാതെ ആശങ്കപ്പെട്ടൊരു സമയമായിരുന്നു അത് എന്നൊക്കെയാണ് തീരദേശവാസികളൊക്കെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന് ഈ കപ്പൽ ചാലിലെ സഞ്ചാരത്തിന് മാർഗതടസ്സമുണ്ടാക്കി എന്നുള്ളതാണ്. അതും ഒരു പ്രധാന കാര്യമായിരുന്നു. കാരണം ഇവർ സ്ഥിരമായി പോയിക്കൊണ്ടിരുന്ന വഴിയിലൂടെ ഇല്ലെങ്കിൽ സ്ഥിരമായി ഇവർ മത്സ്യബന്ധനത്തിന് ഇറങ്ങിയിരുന്ന ഭാഗങ്ങളിലൂടെ ഇവർക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഈ അപകടം കൊണ്ടുണ്ടാക്കി എന്നുള്ളതാണ്. പ്രധാനമായിട്ട് ഇപ്പോൾ ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഈ കേസെടുക്കാൻ സർക്കാർ വൈകിയത് എന്നുള്ളത്. അതായത് ഇതുവരെ പറഞ്ഞിരുന്നത് നഷ്ടപരിഹാരമാണ്, ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് നഷ്ടപരിഹാരത്തിനാണ് എന്ന് പറഞ്ഞിരുന്നു. ഒരു കപ്പൽ മുങ്ങിയത്, ഈ കപ്പലിന്റെ കാര്യം നമുക്കറിയാം, മെയ് 24 ഒരു കപ്പൽ മുങ്ങുന്നു. എത്രയാണ് നഷ്ടപരിഹാരം ചോദിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു ധാരണയിലേക്കും എത്തിയിട്ടില്ല. ഒരു സമിതിയെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്, ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഒരു സമിതിയുണ്ട്. പക്ഷേ അതിലൊരു പഠനം നടത്തി എപ്പോഴായിരിക്കും നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്തുക എന്നതിനെക്കുറിച്ച് നമുക്ക് ഔദ്യോഗികമായ വിവരങ്ങളൊന്നുമില്ല. ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം വിഷയത്തിൽ കുറവായിരുന്നു എന്നുള്ളത് കൂടിയാണ്. മറ്റൊന്ന്, ഈ നഷ്ടപരിഹാരത്തിൽ ശ്രദ്ധയാണെന്നും കേസ് വേണ്ടെന്നുമൊക്കെ സർക്കാർ ഒരു തീരുമാനത്തിലേക്ക് പോയി എന്നുള്ളതാണ്. മറ്റു ആലോചനകളോ ഇല്ലെങ്കിൽ ഇതിലുള്ള പ്രതിഷേധങ്ങളോ ഒന്നും കണക്കിലെടുത്തിരുന്നില്ല. പ്രതിപക്ഷം നിരന്തരം 2-3 ദിവസമായിട്ട് അവർ ആരോപിക്കുന്നുണ്ട്. പക്ഷേ അതിന് മറ്റൊരു വശമുണ്ട്, അതിലേക്ക് വരാം. അപ്പം ഇത്തരത്തിലുള്ള ആരോപണങ്ങളും പരാതികളും ഒക്കെ ഉണ്ടായിട്ടും സർക്കാർ ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. ഔദ്യോഗികമായി അല്ലെങ്കിൽ പോലും അത് വലിയ വിവാദങ്ങൾക്കൊക്കെ കാരണമായിട്ടുണ്ട്. തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ കടൽ ടെറിട്ടറിയിൽ വാട്ടേഴ്സ് ആണ്. അതായത് 200 നോട്ടിക്കൽ മൈൽ, അതായത് 370 കിലോമീറ്ററിനുള്ളിൽ ഒരു നിയമലംഘനം ഉണ്ടായാൽ അവിടെ അന്വേഷണം നടത്തി വിചാരണ നടത്താനുള്ള വകുപ്പുണ്ട്. അത് പക്ഷെ തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ അതിൽ ഒരു പക്ഷേ കേസെടുക്കാതെ, അതായത് സ്വമേധയാ ഒരു കേസെടുക്കാതെയോ ഈ കപ്പൽ കമ്പനിക്കെതിരെ കേസെടുക്കാതെയോ ഇരുന്നതിന്റെ കാരണം ഇതിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്രമാണ് എന്നുള്ളത് കൊണ്ടാണ്. കേന്ദ്രമെടുത്ത നിലപാട് എന്താണെന്ന് വെച്ചാൽ സർക്കാർ പറയുന്നു നഷ്ടപരിഹാരം മതി എന്നുള്ളത്. അതായത് കേസിന് പോകണ്ട എന്നുള്ള ആ തീരുമാനത്തോട്, ആ നിലപാടിൽ തന്നെയായിരുന്നു കേന്ദ്രവും നിന്നിരുന്നത്. പക്ഷേ പരാതി വന്നപ്പോൾ കേസെടുക്കുകയാണ് ചെയ്തത്. അപ്പം കേന്ദ്ര ആയിരുന്നു ഇതിൽ തീരുമാനമെടുക്കേണ്ടത്. അതനുസരിച്ച് കേരളത്തിന്റെ തീരത്തുള്ള ഒരു കുറ്റകൃത്യം അന്വേഷിക്കാനുള്ള അധികാരവും ഉത്തരവാദിത്വവും ഒക്കെ നൽകിയിരിക്കുന്നത് ഈ പറയുന്ന ഇന്നിപ്പോൾ കേസെടുത്തിരിക്കുന്ന ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനാണ്. 2016 ജൂൺ 13 ഗസറ്റ് വിജ്ഞാപനത്തിലൂടെയാണ് ഇക്കാര്യം യൂണിയൻ മിനിസ്ട്രി നൽകുന്നത്. അതിനനുസരിച്ചാണ് ഇന്ന് ലഭിച്ച പരാതിയിലും കേസെടുത്തിരിക്കുന്നത്. അപ്പൊ ഈ കേസ് എടുക്കേണ്ടതില്ലെന്ന നിലപാട് മാറ്റാൻ കാരണം എന്താണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വരെ സർക്കാർ വാദിച്ചിരുന്ന കാര്യം കേസെടുക്കേണ്ടതില്ല എന്നാണെങ്കിൽ ഇന്ന് എന്തുകൊണ്ട് അത് മാറ്റി എന്നുള്ളതാണ്. അതുകൂടി ചർച്ചയാവുന്നുണ്ട്. കാരണം വിഴിഞ്ഞവുമായി കണക്ട് ചെയ്യുന്നുണ്ട്. വിഴിഞ്ഞത്ത് പ്രധാനമായും വരുന്നത് MSCയുടെ കപ്പലുകളാണ്. അപ്പം MSC എന്നത് എത്ര വലിയ കമ്പനിയാണെന്നും എത്ര വലിയ ഷിപ്പിംഗ് കമ്പനിയാണ് എന്നുള്ളത് അറിയാം. ആ ഷിപ്പിംഗ് കമ്പനിയുമായിട്ട് അദാനിക്കുള്ള ബന്ധം അറിയാം. ഇതൊക്കെ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെയാണ്
ഈ അദാനിയുമായിട്ടുള്ള ബന്ധം, MSCയുടെ ബന്ധത്തെക്കുറിച്ച് അറിയുന്നത്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഈ വിഷയത്തിൽ വലിയ കേസിലേക്കൊന്നും പോകാതിരിക്കുന്നത് എന്നൊക്കെയുള്ള നിഗമനത്തിലേക്കും കാര്യങ്ങൾ എത്തിയ സാഹചര്യത്തിലാണ് ഈ പരാതി പോകുന്നതും കേസെടുക്കുന്നത്. അപ്പൊ കേരളത്തെ സഹായിക്കുന്ന കപ്പൽ കമ്പനി ആയതുകൊണ്ട് കേസെടുക്കേണ്ട എന്നൊരു ഒരു സമവായത്തിലേക്ക് അത് ഉന്നതതലത്തിൽ ഉണ്ടായതാണെന്നാണ് അറിയുന്നത്. അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് ഇതിൽ ഇടപെടാൻ വകുപ്പ് സെക്രട്ടറിക്കോ മന്ത്രിക്കോ അധികാരമുണ്ടോ എന്നത് പരിശോധിക്കണം. ഉണ്ടെങ്കിൽ തന്നെ അത് അധികാര ദുർവിനിയോഗമായി വിലയിരുത്തപ്പെടും എന്ന് അറിയാഞ്ഞിട്ടല്ലല്ലോ അത്തരത്തിൽ ഒരു തീരുമാനം വകുപ്പ് തലത്തിൽ ഇല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരെടുത്തിരിക്കുന്നത്. ക്രിമിനൽ കേസ് അന്വേഷിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ സ്റ്റേറ്റ് തീരുമാനത്തിലെത്താൻ വൈകിയത് അത് എത്ര വലിയ അപകടമാണ് എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇത്ര വലിയ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും, ഇത്ര വലിയ വിവാദങ്ങളും ഇത്ര വലിയ ചോദ്യം ചെയ്യലുകളും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടും അനങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഒരു പരാതിയിലൂടെ കേസെടുക്കാമെന്ന തീരുമാനത്തിലേക്ക് എങ്ങനെ പോയി എന്നുള്ളതിന്റെ നിയമപരമായിട്ട്, അതായത് നിയമവശങ്ങളാണ് അതിനെക്കുറിച്ച് അറിയേണ്ടത്. അപ്പം ഇപ്പോൾ ആശങ്കയുണ്ടായിരിക്കുന്നത്, ഇപ്പം മത്സ്യത്തൊഴിലാളികളുടെ മാത്രം കാര്യം ഇല്ലെങ്കിൽ തീരദേശത്തുള്ളവരുടെ മാത്രം കാര്യം നോക്കുകയാണെങ്കിൽ നഷ്ടപരിഹാരം വൈകുമോ എന്നുള്ളതാണ് വലിയ ആശങ്കയുണ്ടാക്കുന്നത്. ബാക്കി എല്ലാ നിയമപരമായി അതിന്റെ വഴിയിൽ നടക്കും എന്ന് പ്രതീക്ഷിക്കാം. FIR ഇട്ടാലേ, അന്വേഷിച്ച തെളിവുകൾ ശേഖരിച്ചാലേ നഷ്ടപരിഹാരം ശരിയായി ലഭിക്കൂ എന്നതാണ് ഇതിനു മുമ്പുള്ള പല കേസുകളും. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ പല സ്ഥലങ്ങളിലും നമ്മൾ വായിക്കുകയും അറിയുകയും ചെയ്തതാണ്. അപ്പം അതുമായി ബന്ധപ്പെടുത്തിയില്ലെങ്കിൽ ലോകത്ത് മറ്റെവിടെയാണെങ്കിലും ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊരു കേസ് വരുന്നു. ആ കേസുമായി മുന്നോട്ട് പോയി അതിൽ നിന്നാണ് നഷ്ടപരിഹാരം നേടിയെടുക്കുന്നത് എന്നാണ് പറയുന്നത്. ഇന്റർനാഷണൽ ഇൻഷുറൻസ് കമ്പനിയുമായി ഡയറക്റ്റ് നമ്മൾ അത്രയധികം തെളിവുകൾ, എത്രത്തോളം നഷ്ടമുണ്ടായിട്ടുണ്ടോ അതിന്റെ തെളിവുകൾ കംപ്ലീറ്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ അല്ലാതെ ഒരു നഷ്ടപരിഹാരത്തിന് കമ്പനി വഴി നമ്മൾക്ക് അംഗീകാരം ലഭിക്കുകയുള്ളൂ. ഇത് കേസ് വഴി നഷ്ടപരിഹാരം ശരിയായി ലഭിക്കും എന്നുള്ളതാണ് മുൻ അനുഭവങ്ങളൊക്കെ. അപ്പോൾ അത് വൈകിയത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ അത് പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ് ഇവിടെ ചോദ്യം ചെയ്തത് ശരിയായ ചോദ്യമായിരുന്നോ എന്നുള്ളത് പരിശോധിക്കണം. ഈ 200 നോട്ടിക്കൽ മൈൽ വരെയുള്ള കേരള തീരത്തിന്റെ ക്രിമിനൽ കേസുകളുടെ മുഴുവൻ അധികാരവും സംസ്ഥാന പോലീസിനാണ്. അത് 2016 ഗസറ്റ് വിജ്ഞാപന പ്രകാരം ഇക്കാര്യത്തിൽ കോസ്റ്റൽ പോലീസിനാണ് അധികാരം. അത് എങ്ങനെ അന്വേഷിക്കുമെന്നും അതിലെ നഷ്ടപരിഹാര സാധ്യതയും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ, വിഷയത്തെക്കുറിച്ചും അത് രാഷ്ട്രീയമായും സാങ്കേതികമായും വിശദീകരിക്കും KR സാജു. ധന്യ, MSC എൽസ 3 എന്ന കപ്പൽ കൊച്ചി പുറംകടലിൽ മറിയുന്നത് മെയ് 25-നാണ്. തൊട്ടടുത്ത ദിവസം തൊട്ട് തന്നെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല സംസ്ഥാന സർക്കാർ എന്ന ചോദ്യം വളരെ ശക്തമായി തന്നെ ഉയർന്നു വന്നിരുന്നു. അപ്പോഴെല്ലാം സംസ്ഥാന സർക്കാർ എടുത്തിരുന്ന നിലപാട് ക്രിമിനൽ കേസെടുത്തതുകൊണ്ട് കാര്യമില്ല, ഇത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ക്ലെയിം വാങ്ങിയെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ രീതി. മുഖ്യമന്ത്രിയും DG ഷിപ്പിംഗും തമ്മിലുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട നോട്ട് നമ്മൾ പുറത്തുവിട്ടതാണ്. ആ നോട്ടിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു പേരുകേട്ട കമ്പനിയായ MSC വിഴിഞ്ഞവുമായി ഇടപാടുകൾ ഉള്ളത് അടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതൊക്കെയായിരുന്നു സർക്കാരിനെ MSC കമ്പനിക്കെതിരെ കേസെടുക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചത്. എന്നാൽ വലിയ തോതിലുള്ള വിമർശനങ്ങൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു വന്നു. ഒപ്പം തന്നെ അദാനിക്ക് MSC കമ്പനിയുമായുള്ള വ്യാപാര ബന്ധത്തെക്കുറിച്ച്, അവരുടെ അദാനിയുടെ പല പോർട്ടുകളിലും MSCക്കുള്ള നിക്ഷേപത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നു. ഇതെല്ലാം വന്നതോടുകൂടി സംസ്ഥാന സർക്കാർ രാഷ്ട്രീയമായി പ്രതിരോധത്തിലായി. തുടർന്നാണ് പൊടുന്നനെ കേസെടുത്തത്. ഇന്നലെ തന്നെ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങൾ തുടങ്ങി. അതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിക്ക് തന്നെ കീഴിലുള്ള ദുരന്ത നിവാരണ വകുപ്പ് വിചിത്രമായ ഒരു ആവശ്യം നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവിക്ക് മുന്നിൽ വെക്കുന്നതാണ് കണ്ടത്. ഏതെങ്കിലും പോലീസ് സ്റ്റേഷനുകളിൽ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് അത് ബാധിച്ചവർ പരാതി നൽകിയിട്ടുണ്ടോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു കത്ത് നൽകിയത്. ഇതിനൊക്കെ ശേഷമാണ് ഇന്ന് പൊടുന്നനെ ഒരു പരാതി ഫോർട്ട് കൊച്ചിയിലെ മറൈൻ പോലീസ് സ്റ്റേഷനിലേക്ക്, കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അത് അമ്പലപ്പുഴയിലെ CPM നേതാവ് നൽകിയ പരാതിയായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉച്ചയ്ക്ക് 1:45 വലിയ രീതിയിലുള്ള സംസ്ഥാന സർക്കാർ വിമർശന ശരങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന സന്ദർഭത്തിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യുന്നു. ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പക്ഷേ FIRലെ വകുപ്പുകൾ വളരെ ദുർബലമാണ്.
ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. എഫ്ഐആറിൽ കമ്പനി ഉടമയ്ക്കെതിരെയും കപ്പലിലെ ഷിപ്പ് മാസ്റ്റർക്കെതിരെയും ഒപ്പം ജീവനക്കാരെയുമാണ് സംശയിക്കപ്പെടുന്ന പ്രതികളാക്കി ചേർത്തിരിക്കുന്നത്. എഫ്ഐആറിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ കപ്പൽ അപകടകരമായ വസ്തുക്കളുമായി സഞ്ചരിക്കെ ഉദാസീനമായി ഉപയോഗപ്പെടുത്തിയതാണ് അപകടത്തിലേക്ക് പോയത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ പ്ലാസ്റ്റിക് തീരദേശത്ത് മലിനീകരണമുണ്ടാക്കി, പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ജീവനോപാധികളെ ബാധിച്ചു. അതുപോലെ തന്നെ കപ്പൽ ചാലിലൂടെയുള്ള സഞ്ചാരത്തിന് തടസ്സം സൃഷ്ടിച്ചു തുടങ്ങിയ വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരനായ അമ്പലപ്പുഴ സ്വദേശിയുടെ മൊഴിയും ഇന്ന് ഫോർട്ട് കൊച്ചിയിലെ കോസ്റ്റൽ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാളെ മുതൽ കപ്പലിലെ ജീവനക്കാർ അടക്കമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തുന്നതിലേക്ക് പോകും. പക്ഷേ ഈ ക്രിമിനൽ കേസ് കൊണ്ട് ഇപ്പോഴും വലിയ കാര്യമൊന്നും ഇല്ല എന്ന ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ആരെങ്കിലും ബാധിച്ചവർ പരാതി നൽകിയാൽ ക്രിമിനൽ കേസ് എടുക്കണമെന്ന് അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നു. എന്നാൽ സിവിൽ കേസുമായി മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന സർക്കാർ ഈ ഘട്ടത്തിലും ലക്ഷ്യമിടുന്നത് എന്നാണ് സർക്കാർ തന്നെ ഔദ്യോഗികമായി തന്നെ വിശദീകരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാര്യമായി സർക്കാർ പറയുന്നത്, എങ്കിൽ മാത്രമേ നഷ്ടപരിഹാരം ഈടാക്കാൻ കഴിയുള്ളൂ. കപ്പൽ മുങ്ങിപ്പോയതിനാൽ ക്രിമിനൽ കേസിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി എന്തൊക്കെ തരത്തിലുള്ള ആരെയൊക്കെ ബാധിച്ചു, ഏതൊക്കെ അർത്ഥത്തിലുള്ള നഷ്ടങ്ങൾ സംഭവിച്ചു എന്നത് സംബന്ധിച്ചുള്ള കണക്കെടുപ്പും വിവരശേഖരണവുമായി മുന്നോട്ട് പോകാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ എം എസ് സി കമ്പനിക്കെതിരെ കേസെടുത്തെങ്കിലും ആ കേസിലെ വകുപ്പുകൾ ദുർബലമാണ്. മാത്രമല്ല ആ കേസ് അങ്ങനെ നിലനിൽക്കില്ല എന്ന അഭിപ്രായവും സംസ്ഥാന സർക്കാരിനുണ്ട് എന്നുള്ളതാണ് വസ്തുത. പകരം ഇൻഷുറൻസ് കമ്പനി മുഖാന്തരം ക്ലെയിം വാങ്ങിയെടുത്തുകൊണ്ട് ആവശ്യമായ നഷ്ടപരിഹാരം വാങ്ങി ഇത് അവസാനിപ്പിക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന് താല്പര്യമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അദാനിയും MSC കമ്പനിയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി പുറത്തു വന്നതോടെ സംസ്ഥാന സർക്കാർ രാഷ്ട്രീയമായി ഏറെ പ്രതിരോധത്തിലായി. നമുക്കറിയാം, നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് അടക്കം നടക്കുകയാണ്. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായി പ്രതിപക്ഷം ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളും ഒക്കെയുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്നൊരു പരാതി കൊടുപ്പിച്ചുകൊണ്ട് അവസാനം കേസെടുത്തത്. കഴിഞ്ഞ 17 ദിവസവും കേസെടുക്കുന്നതുകൊണ്ട് കാര്യമില്ല എന്ന നിലപാടായിരുന്നു സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നത്. അത്തരത്തിലാണ് സർക്കാരിന്റെ നിലപാട് ഇപ്പോഴുള്ളത്. ഏത് തരത്തിലായിരിക്കും കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കുക എന്നതിലൊക്കെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, നീതി ലഭിക്കുക, മത്സ്യത്തൊഴിലാളികൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം ലഭ്യമാക്കുക എന്നുള്ളതാണ്. അതുകൂടി പരിഗണിച്ചുകൊണ്ടുള്ള നീക്കങ്ങളായിരിക്കും നടക്കുക എന്ന് പ്രതീക്ഷിക്കാം.